ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടിറാനോസോറസ് റെക്സ് എന്ന ദിനോസറിനെ പറ്റിയാണ്. ക്രിറ്റേഷ്യസ് യുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാംസഭുക്കുകളായ വളരെ വലിപ്പമേറിയ ഒരിനം ദിനോസറുകളാണ് ടിറാനോസോറസ് റെക്സ് ദിനോസറുകൾ. ഏതാണ്ട് 85 ദശലക്ഷം മുതൽ 65 ദശലക്ഷം വരെയുള്ള കാലഘട്ടത്തിലാണ് ടിറാനോസോറസ് റെക്സ് ദിനോസറുകൾ ജീവിച്ചിരുന്നതെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ അനുമാനം. വലിപ്പമേറിയ ശരീരവും കൂർത്ത പല്ലുകളുള്ള വലിയ ശിരസ്സും ബലിഷ്ഠമായ കാലുകളുമുള്ള ഇവ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷിക്കാനാണ് പതിവ് എന്നും അല്ല ഒരു ശവന്തീനി ആയിരുന്നു എന്നും ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ വാദിക്കുന്നു. ഈ വാദങ്ങൾ പാലിയോntological ഉള്ള ഏറ്റവും പഴയതും ഇപ്പോഴും തുടരുന്നതുമാണ്. ടിറാനോസോറസ് എന്ന വാക്ക് 2 വാക്കുകൾ കൂടി ചേർന്നതാണ്. ടൈറന്റ്, സോറസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സ്വേച്ഛാധിപതിയായ പല്ലി എന്നാണ്. റെക്സ് എന്ന വാക്ക് ലത്തീൻ ആണ്. അർത്ഥം വരുന്നത് രാജാവ് എന്നുമാണ്. ദിനോസർ യുഗത്തിലെ ഭീകരന്മാരായ ടീറക്സുകൾ 2 കാലുകളിൽ സഞ്ചരിക്കുന്ന ജീവികളായിരുന്നു. വലിയ ശിരസ്സും കൂർത്ത മൂർച്ചയേറിയ പല്ലുകളും വികസിച്ച കീഴ്ത്താടിയുമെല്ലാം ഇവയുടെ ജീവിത രീതിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടവയാണ്. 2 വിരലുകൾ വീതമുള്ള ചെറിയ കൈകളും പക്ഷികളുടേതിന് സമാനമായ 3 വിരലുകൾ വീതമുള്ള ബലിഷ്ഠമായ കാലുകളുമാണ് ടീറക്സ് ദിനോസറുകൾക്കുണ്ടായിരുന്നത്. കൈകളിലെയും കാലുകളിലെയും മൂർച്ചയേറിയ നഖങ്ങൾ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും കീറി മുറിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. മെലിഞ്ഞ് നീണ്ട് ബലിഷ്ഠമായ കൂർത്ത അകലഭാഗത്തോട് കൂടിയ വാലാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. ഈ വാൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ദിശ മാറുമ്പോൾ വീഴാതെ ബാലൻസ് ചെയ്യുന്നതിനായിരുന്നു. പേര് പോലെ തന്നെ ദിനോസറുകൾക്ക് രാജാവ് തന്നെയായിരുന്നു ഈ ഭീകരൻ. ടിറാനോസോറസ് റെക്സ് ദിനോസറുകൾക്ക് ഏകദേശം 40 അടി നീളവും 15 മുതൽ 20 അടി വരെ ഉയരവും ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. 5 ടൺ മുതൽ 7 ടൺ വരെയാണ് ഇവയുടെ ശരീരഭാരം കണക്കാക്കിയിരുന്നത്. അതേസമയം കൈകളുടെ നീളം വെറും 3 അടി മാത്രമായിരുന്നു. ഏകദേശം 30-ന് മേലെ ടിറാനോസോറസുകളുടെ ഫോസിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രായപൂർത്തി എത്താതെ ചത്ത ടിറാനോസോറസിൻ്റെ ഫോസിലുകളും പെടും. ഇത് ഇവയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറെ സഹായകരമായി. 7 പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു ജനുസാണ് ഇവ. ഇവയുടെ ഫോസിലുകൾ പഠിച്ച് ആയുസ് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പഴയതായി കണ്ടെത്തിയ ടീറക്സ് ഫോസിലിന് ഏകദേശം 28-29 വർഷം പ്രായമുണ്ടായിരുന്നു. ഈ ദിനോസറുകൾ വേഗത്തിൽ വളരുന്നതും പക്ഷേ ജീവിതം കുറവുള്ള വലിയ പ്രെഡേറ്ററി ദിനോസറായിരുന്നു. ഈ വർഗത്തിൽ പെട്ട ദിനോസറുകൾ 14-18 വയസ്സ് വരെയുള്ള കാലത്ത് അതിവേഗം വളരുന്നു. ഈ ഘട്ടത്തിൽ ഓരോ വർഷവും 600 കിലോഗ്രാം തുടങ്ങി 1 ടൺ വരെ ഭാരം കൂടുന്നു. 20 വയസ്സോടെ പൂർണ്ണ വളർച്ചയെത്തുന്നു. ഇവയുടെ ആയുസ് കുറയുവാനുള്ള കാരണം ഇവയുടെ വലുപ്പം വലുതായതും കടുത്ത പരിസ്ഥിതിയും മറ്റുള്ള വലിയ പ്രെഡേറ്ററി ദിനോസറുമായുള്ള പോരാട്ടങ്ങൾ, പരിക്കുകളും രോഗങ്ങളും ഒക്കെ കാരണമായേക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.